സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദയത്തിൻ്റെ നോവൽ സുമംഗലി തുടരുന്നു. അധ്യായം 4. സാരിത്തുപ്പ് കൊണ്ട് ഗൗരി മുഖം തുടച്ച് ചെറിയമ്മയോട് അപേക്ഷിച്ചു. നന്ദേട്ടനോട് ചെറിയമ്മ ഒന്നും പറയണ്ട, സമയക്കുറവ് കൊണ്ട് തന്നെയാവും വിളിക്കാത്തത്. ഒന്ന് ഫോൺ ചെയ്ത് ഒരു വാക്കു പറയാൻ അത്ര തോനെ സമയം വേണോ കുട്ടിയെ? മുഖം കുനിച്ച് നിന്നതല്ലാതെ ഗൗരി മിണ്ടിയില്ല. കല്യാണിയുടെ പുതിയ വിഷയം തീർക്കാൻ പോകുന്ന കുട്ടിക്കുള്ള തൊട്ടിലായിരുന്നു. ആശാരിയെ വരുത്തിച്ച് ചിത്രപ്പണികളുള്ള ഒരു തൊട്ടിൽ പൂട്ടിക്കണം. അതിന് ഏട്ടൻ്റെ അനുവാദം അവൾക്ക് ആവശ്യമില്ലായിരുന്നു. ഏട്ടൻ വരാനായി കാത്തിരിക്കാനും അവൾ തയ്യാറായില്ല. മച്ചിമ്പുറത്ത് കല്ലുവിൻ്റെ പഴയ തൊട്ടിലുണ്ടാവുമല്ലോ, ചെറിയമ്മ ഓർമ്മപ്പെടുത്തി. അതൊന്നെടുത്ത് പൊടി തട്ടി ചിന്തേരും ഇട്ട് പുത്തം പോലെ ഉപയോഗിക്കാമല്ലോ. വല്ലവരുടെയും പഴയ തൊട്ടിലൊന്നും വേണ്ട എൻ്റെ ചക്കരയ്ക്ക്. അവനായിട്ട് നല്ല പുത്തൻ തൊട്ടിൽ പൂട്ടണം. മുന്തിരിവള്ളികളുടെ ചിത്രപ്പണികളൊക്കെ ഉള്ളത്. കല്യാണി ദേഷ്യത്തിൽ ചെറിയമ്മയെ നോക്കി. മുന്തിരിവള്ളികളുടെ ചിത്രപ്പണി ചെയ്യാൻ അറിയുന്ന തച്ചന്മാരൊന്നും ഈ നാട്ടിലില്ല കുട്ടിയെ. ചെറിയമ്മ ചിരിച്ചു. പെട്ടെന്നാണ് കല്യാണിയുടെ നിയന്ത്രണം തകർന്നത്. ഭംഗിയുള്ള ആ മുഖം കൂർത്തു. തള്ള വെറുതെ മിണ്ടാതിരുന്നോളൂ കേട്ടോ. അതുവരെ കല്യാണിയുടെ വർത്തമാനം കൗതുകത്തോടെ കേട്ടുകൊണ്ടിരുന്ന ഗൗരി സ്തബ്ധയായി. നന്ദേട്ടനെ നന്ദൻ എന്ന് വിളിക്കുന്നതിലും പ്രതിഷേധമാണ് ചെറിയമ്മയെ തള്ള എന്ന് വിളിച്ചപ്പോൾ ഗൗരിക്കുണ്ടായത്. ചെറിയമ്മ എന്നാണ് എല്ലാവരും വിളിക്കുന്നതെങ്കിലും സ്നേഹം തുളുമ്പുന്ന മുഖത്ത് നോക്കി അമ്മേ എന്ന് വിളിക്കാനേ അവരുടെ മക്കളാകാൻ പ്രായമുള്ളവർക്കെല്ലാം തോന്നും. ആദ്യ കാഴ്ചയിലെ തൻ്റെ അമ്മയേക്കാൾ ഇഷ്ടപ്പെട്ടു പോയി. ഈ ചെറിയമ്മയുടെ മകളാകാൻ പോലും മോഹിച്ചു പോയി. എന്നിട്ടാണ് അവർ താലോലിച്ച് വളർത്തിയ ഈ കുട്ടി. ഇവർക്ക് വേണ്ടിയല്ലേ ഈ തള്ള ജീവിക്കുന്നത്? രോഗിയായി പോയെന്ന് വെച്ച് അതൊന്നും മനസ്സിലാവില്ലെന്നുണ്ടോ? ഈ കുട്ടിയെ സംബന്ധിച്ച് രോഗത്തേക്കാൾ പ്രശ്നം ഈ സ്വഭാവമല്ലേ? വിധി നൽകിയ കുറവുകൾ നല്ല സ്വഭാവമായും നല്ല പെരുമാറ്റവും കൊണ്ടല്ലേ പരിഹരിക്കേണ്ടത്? അതിനല്ലേ ഈ കുട്ടി ശ്രമിക്കേണ്ടത്? പക്ഷേ ഗൗരിയെ ഉപദേശിക്കാൻ പോയില്ല. ഒരുപക്ഷെ പിടഞ്ഞു വീണാലോ? ചെറിയമ്മയുടെ മുഖത്ത് പക്ഷേ പുഞ്ചിരിയായിരുന്നു. ഉള്ളു നൊന്തിട്ട് മറയ്ക്കാനുള്ള ദുശ്രമമാണോ? ഗൗരിക്ക് അവരെ ഓർത്ത് ദുഃഖം തോന്നി. എങ്കിൽ കുഞ്ഞിരാമനെ വിളിപ്പിക്കാം. പരാജിതയെപ്പോലെ ചെറിയമ്മ പറഞ്ഞു. ഒരു പക്ഷേ കുഞ്ഞിരാമനെ അറിയുമായിരിക്കും തടിയിൽ മുന്തിരിവള്ളി കൊത്തിയുണ്ടാക്കാൻ. പിണങ്ങി മുഖം വീർപ്പിച്ചിരുന്ന കല്യാണി അത് കേട്ടതായി തോന്നിയില്ല. കുട്ടിയുടെ നാട്ടിലുണ്ടാവുമോ ചിത്രപ്പണികൾ ചെയ്യുന്ന തച്ചന്മാർ? ചെറിയമ്മ ഗൗരിയോട് ചോദിച്ചു. ഗൗരി ഒന്നും പുഞ്ചിരിച്ചതല്ലാതെ മറുപടി പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് ഇടനാഴിയിൽ വെച്ച് അവൾ കണ്ടു ചെറിയമ്മ കല്യാണിയുടെ മുടി കോതി കൊടുക്കുന്നത്. അതിനിടയിൽ ചെറിയമ്മയുടെ കരം ഗ്രഹിച്ച് ആ ചൂണ്ടുവിരൽ പല്ലുകൾക്കിടയിൽ വെച്ച് മൃദുവായി കടിച്ചുകൊണ്ട് കല്യാണി തിരക്കുന്നു. നോവുന്നുണ്ടോ ചെറിയമ്മേ? ഇല്ല. ചെറിയമ്മയുടെ സ്വരത്തിന് ഇടർച്ച. അപ്പോൾ ചെറിയമ്മയ്ക്ക് എന്നോട് ദേഷ്യമില്ല അല്ലേ? ചെറിയമ്മയിൽ ഒരു വിങ്ങിപ്പൊട്ടൽ. അത് കടിച്ചമർത്തുന്നതിനിടയിൽ ആ കണ്ണുകളിൽ നിന്ന് ചാലുകൾ പൊട്ടിയൊഴുകി. എൻ്റെ കുട്ടിയെ നീ നന്നായി കാണണമെന്ന് മാത്രമേ ഉള്ളൂ ചെറിയമ്മയ്ക്ക്. ചെറിയമ്മയുടെ പ്രാർത്ഥനയും അതുമാത്രമാണ്. എല്ലാവരെയും പോലെ ഒരു ജീവിതം നിനക്കും ഉണ്ടാവണം. നിൻ്റെ കുട്ടികൾക്ക് കൂടി തൊട്ടിൽ പണിഞ്ഞ് കാണണം. എന്നിട്ട് ചെറിയമ്മയ്ക്ക് കണ്ണടയ്ക്കണം. പെട്ടെന്ന് ഉറക്കെ ഏങ്ങലടിച്ചുകൊണ്ട് കല്യാണി ചെറിയമ്മയുടെ നെഞ്ചിലേക്ക് വീണു. ഗൗരിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ചെറിയമ്മയോ കല്യാണിയെ കാണും മുമ്പ് അവൾ തിടുക്കത്തിൽ പിന്നോക്കം നടന്നു. പിറ്റേന്ന് രാത്രിയിൽ ഓർക്കാപ്പുറത്ത് നന്ദഗോപൻ എത്തി. ഗൗരി കുളിമുറിയിൽ മേല് കഴുകിയായിരുന്നു. വേഷം മാറ്റി കിടക്കറയിൽ എത്തിയപ്പോൾ കിടക്കയിൽ നന്ദേട്ടൻ. മുമ്പ് തോന്നിയ പരിഭവങ്ങളെല്ലാം അപ്പാടെ ഉരുകി ഇല്ലാതായി. അത്യാഹ്ലാദത്തിൽ അവൾ നന്ദൻ്റെ അരികിലെത്തി. വന്നിട്ട് കുറേ നേരമായോ? എന്തേ കുളിമുറിയിൽ കയറിയിട്ട് കുറേ നേരമായോ? ഒരു മറുചോദ്യം. ആ, ഗൗരി നാണത്തിൽ പുഞ്ചിരിച്ചു. പതുപോലെ മേല് കഴുകാൻ കയറിയതാ. അപ്പോൾ ചെറിയമ്മ പറഞ്ഞു രാവിലെ വെറും കാക്കക്കുളിയല്ലേ, അതുകൊണ്ട് വൈകിട്ടെങ്കിലും ലേശം കുഴമ്പ് പുരട്ടി ചൂടുവെള്ളത്തിൽ കുളിക്കാൻ. മേല് തേക്കാൻ ഇഞ്ചിയും കൊണ്ടു തന്നു. പുറം തേച്ച് തരികയും ചെയ്തു. അപ്പോൾ രാജകീയമാണ് ജീവിതം. നന്ദൻ ചിരിച്ചു. ഒപ്പം ഗൗരിയും ചിരിച്ചു. പാവം ചെറിയമ്മ ഉള്ളതുകൊണ്ട്. എന്തൊക്കെ വിശേഷങ്ങൾ? നന്ദൻ തിരക്കി. പറയാം. അവൾക്ക് വീണ്ടും നാണം. ആദ്യം വേഷം മാറി കുളിയൊക്കെ കഴിഞ്ഞ് എന്തേലും ഭക്ഷണം കഴിക്കണം, എന്നിട്ടാകാം. ഗൗരിയുടെ മുഖത്തെ സന്തോഷം കണ്ട് നന്ദൻ ആകാംക്ഷ. എന്തേ, ചന്തുവിൻ്റെ മറുപടി വന്നുവോ? ഗൗരി വല്ലാതെയായി. അവൾ മറന്നിരുന്ന കാര്യമായിരുന്നു അത്. ഇല്ല, ഗൗരി അറിയിച്ചു. അമ്മയുടെ എഴുത്ത് വന്നിരുന്നു. ചന്തു ജോലിക്കാര്യത്തിന് വേണ്ടി ഓടി നടക്കുകയാണെന്ന്. സാവകാശം അവൻ എഴുതുമത്രേ. കല്യാണിയുടെ കാര്യം അവിടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ആവോ, അമ്മയുടെ കത്തിൽ അറിഞ്ഞ ലക്ഷണമില്ല. നന്ദൻ കുളിയും ലഘുഭക്ഷണവും കഴിഞ്ഞ ഉടൻ ചെറിയമ്മ ചോദിച്ചു. നീ എന്താ നന്ദ ഒന്ന് വിളിക്കാതിരുന്നത്? ഗൗരി എത്ര വിഷമിച്ചെന്ന് അറിയോ നിനക്ക്? ഇതാണോ ഭാര്യയോടുള്ള ഭർത്താവിൻ്റെ സ്നേഹം? നന്ദൻ കുനിഞ്ഞ ചിരസോടെ നിശബ്ദ ഇരുന്നതേയുള്ളൂ. പാവം കുട്ടി. ചെറിയമ്മ തുടർന്നു. ഒരക്ഷരം പരിഭവം പറയില്ല. സ്നേഹിക്കാൻ മാത്രമേ അതിനറിയൂ. ഇങ്ങനെ ഒന്നിനെ കിട്ടണമെങ്കിൽ സുഹൃതം ചെയ്യണമെടാ. വലിയ ഉദ്യോഗവും ഒരുപാട് പണവും ഒക്കെ ഉണ്ടെന്ന് വെച്ച് നല്ല പെണ്ണിനെ കിട്ടണമെന്നൊന്നുമില്ല. ചെറിയമ്മയുടെ ശാസനം നന്ദനെ സ്പർശിച്ചു.
മനഃപൂർവ്വമല്ല ചെറിയമ്മേ. സാരമില്ല മോനെ, ഇനിയും ശ്രമിച്ചാൽ മതി. പോരെങ്കിൽ ചെറിയമ്മ പെട്ടെന്ന് നിർത്തി. ആ ചുണ്ടിൽ ഒരു കുസൃതി ചിരി തെളിഞ്ഞു. നന്ദനും ജിജ്ഞാസ. എന്തേ? അതൊക്കെ ഗൗരി തന്നെ പറഞ്ഞു തരും. മുകളിലേക്ക് പോയിക്കോളൂ. എന്നിട്ട് അതിനോട് 4 വർത്തമാനം പറഞ്ഞ് സന്തോഷിപ്പിക്കുക. നന്ദന് നേരിയ ഒരു സംശയം. പക്ഷേ അത് അവനിൽ തെല്ലും ആഹ്ലാദം ഉണർത്തിയില്ല. മുകളിൽ വെച്ച് തണുത്ത സ്വരത്തിൽ നന്ദൻ തിരക്കി. എന്തേ? കല്യാണി തൊട്ടിലുണ്ടാക്കാൻ തച്ചനെ തേടുകയാണ്. ചെറിയമ്മ ലേഹ്യങ്ങളും കുഴമ്പുകളും ഒക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞു. ഇനി നന്ദേട്ടൻ്റെ വക എന്താച്ചാവാം. ഒരു ഉണ്ണി വരുന്നതിൻ്റെ അറിയിപ്പ് കിട്ടിയിരിക്കണു. നാണത്തിൽ കുംഭം കുനിച്ച് നിന്ന ഗൗരി നന്ദനിൽ പ്രതികരണം ഒന്നും ഉണ്ടാകാഞ്ഞപ്പോൾ മുഖമുയർത്തി നോക്കി. നന്ദൻ മരവിച്ച് നിൽക്കുകയാണ്. ആ മുഖത്ത് അനിഷ്ടമോ ധർമ്മസങ്കടമോ എന്താണ് പ്രകടമാവുന്നതെന്ന് അവൾക്ക് വ്യക്തമായില്ല. നന്ദേട്ടൻ എന്തേ ഇങ്ങനെ? ആ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഗൗരി ചോദിച്ചു. നന്ദൻ മിണ്ടിയില്ല. നമുക്കൊരു കുട്ടിയുണ്ടാവുന്നതിൽ ഒരു സന്തോഷവുമില്ലേ? നന്ദൻ ചെന്ന് കിടക്കയിലിരുന്നു. മെല്ലെ കിതച്ചുകൊണ്ട്. ഗൗരിക്ക് നന്ദനെ മനസ്സിലാക്കാൻ വിഷമമായി. അച്ഛനാവുകയാണെന്നറിയുമ്പോൾ ഒരു വിവാഹിതൻ ഇങ്ങനെയായിരിക്കുമോ? സിനിമകളിലെ പോലെ തന്നെ എടുത്ത് വട്ടം ചുറ്റണമെന്നും ഉമ്മകൾ കൊണ്ട് മൂടണമെന്നും ഒന്നും ഗൗരിക്ക് ആഗ്രഹമില്ലായിരുന്നു. എന്നാൽ ഇങ്ങനെയൊരു സങ്കടഭാവം പാടില്ലായിരുന്നു തന്നെ. അച്ഛനാവുകയാണെന്നറിയുമ്പോൾ നന്ദേട്ടനിൽ മാറ്റമുണ്ടാകുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. തങ്ങളുടെ ബന്ധത്തിന് പുതിയൊരു ശക്തിയുണ്ടാവും. അനിയത്തിയുടെ നിശ്ചയിക്കപ്പെട്ട വിവാഹവുമായി തങ്ങളുടെ ജീവിതത്തെ കൂട്ടിക്കൊഴിക്കാൻ ഇനിയും നന്ദേട്ടന് വിഷമമുണ്ടാവും. ഒക്കെ മോഹം മാത്രമായി. പിറക്കാൻ പോകുന്ന പൊന്നോമനയ്ക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതത്തിൽ യാതൊരു സ്വാധീനവും ചെലുത്താനാവില്ലെന്ന് ഇതാ ഉറപ്പായിരിക്കുന്നു. എന്താ നന്ദേട്ട ഇത്? ഗൗരി ആ കാൽച്ചൂട്ടിലിരുന്നു. എന്തെങ്കിലും ഒന്ന് പറയ്. നന്ദേട്ടന് എന്നെ വേണ്ടാതായോ? എന്നെ ഉപേക്ഷിക്കണമെന്ന് തോന്നുന്നുണ്ടോ? രാമന് സീതയെ കാട്ടിൽ കളയേണ്ടി വന്നു. ഇവിടെ നന്ദേട്ടന് അങ്ങനെയൊരു ബന്ധപ്പാട് വരില്ല. വേണ്ട എന്ന് പറഞ്ഞാൽ മതി. ഞാൻ താനെ ഇറങ്ങിപ്പോയിക്കൊള്ളാം. മറ്റൊന്നും കൊണ്ടുമല്ല ഗൗരി. വളരെ പതുക്കെയായിരുന്നു നന്ദൻ പറഞ്ഞത്. ചന്തുവിൻ്റെ മറുപടി അറിഞ്ഞിട്ട് മതിയായിരുന്നു നമുക്ക്. പാതിയിൽ നന്ദൻ നിർത്തി. ഗൗരിയിൽ ഞെട്ടലുണ്ടായി. അവളുടെ മിഴികൾ വിടർന്നു. ചന്തുവിൻ്റെ മറുപടി നന്ദേട്ടനെതിരാണെങ്കിൽ എന്നെ ഉപേക്ഷിക്കാൻ എൻ്റെ കുട്ടി ഒരു തടസ്സമാവുമെന്നാണ് ഭയം, അല്ലേ? ഗൗരി എഴുന്നേറ്റു. ആ ഭയം വേണ്ട നന്ദേട്ട. നന്ദേട്ടൻ എന്നെ ഉപേക്ഷിച്ചാലും ഞാനതിനെ വളർത്തും. കുട്ടിയെ മുന്നിൽ നിർത്തി അവകാശം ചോദിക്കില്ല. ഈ മനസ്സിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തു കിട്ടിയിട്ടെന്ത്? 2 കൈത്തലങ്ങളും കൊണ്ട് മുഖം പൊത്തി അവൾ ഏങ്ങലടിച്ചു. ഗൗരിയെ സാന്ത്വനിപ്പിക്കാൻ നന്ദന് വാക്കുകളില്ലായിരുന്നു. പിറ്റേന്ന് നന്ദന് ചായ വിളമ്പുമ്പോൾ ഗൗരി പറഞ്ഞു, നന്നായി ഭക്ഷണം കഴിക്കണം. ഇനി എത്ര നാൾ എനിക്ക് വിളമ്പിത്തരാൻ കഴിയുമെന്നറിയില്ല. ഗൗരിയുടെയും നന്ദൻ്റെയും കണ്ണുകൾ ഒരുമിച്ച് നിറഞ്ഞു. ഗൗരിയോട് സ്നേഹമില്ലാതെയല്ല ഞാൻ. ഗദ്ഗതത്തിൽ നന്ദൻ്റെ വാചകം മുറിഞ്ഞു. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഗൗരി ചോദിച്ചു, ഇനി എനിക്ക് എത്ര രാവുകൾ കൂടി കിടക്കയിൽ ഉറങ്ങാൻ പറ്റും നന്ദേട്ടാ? ഈ മുറിയിലെ പ്രത്യേക ഗന്ധം മരണം വരെയും എന്നെ കരയിക്കില്ലേ? ഒരുപക്ഷെ കരഞ്ഞ് കരഞ്ഞാവും എൻ്റെ മരണം. എൻ്റെയും. പറഞ്ഞത് നന്ദൻ അവളെ വാഴി പുണർന്നു. മാസങ്ങൾക്ക് ശേഷമായിരുന്നു ആ ആലിംഗനം. ഈ കിടപ്പിൽ മരിച്ചിരുന്നെങ്കിൽ ഗൗരി ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. നന്ദൻ അവളുടെ നെറുകിൽ തുരുതുരെ ചുണ്ടമർത്തി. പിറ്റേന്ന് നന്ദൻ പോയി ശേഷം ഗൗരിയെ തേടി തപാൽ ശിപായി എത്തി. ഒരു രജിസ്റ്റേർഡ് കത്ത്. മിസ്സിസ് ഗൗരി നന്ദഗോപന്. ചന്തുവിൻ്റെ കൈയിഷ്ടത്തിലാണ് മേൽവിലാസം. ഗൗരിയുടെ കയ്യിലിരുന്ന കവർ വിറവ് കൊണ്ടു. കയ്യിലിരിക്കുന്ന നീണ്ട കവറിന് പൊള്ളുന്ന ചൂടുള്ളതായി ഗൗരിക്ക് തോന്നി. എന്നാലും താഴെ കളയാൻ വയ്യ. പൊട്ടിക്കാനും ഭയം. ആരുടേതാണ് മോളെ കത്ത്? പിന്നിൽ നിന്ന് ചെറിയമ്മ വിളിച്ചു ചോദിച്ചു. വീട്ടിൽ നിന്നാണ്. എങ്കിൽ മറുപടി അയക്കുമ്പോൾ എല്ലാം വിശദമായി എഴുതണം. മരുന്ന് കഴിക്കാൻ തീരുമാനിച്ചതും അറിയിച്ചോളൂ. തിരുമുൽപ്പാട് പറഞ്ഞത് ജപിച്ച നെയ്യ് സേവിക്കണത് വിശേഷമാണെന്നാണ്. അമ്മയുടെ അഭിപ്രായം എന്താണെന്ന് കൂടി ഒന്ന് തിരുക്കിക്കോളൂ. പല സ്ഥലങ്ങളിലും പല ശീലങ്ങളായിരിക്കുമല്ലോ. ഗൗരി ശബ്ദിച്ചില്ല. കവർ പൊട്ടിക്കാതെ തന്നെ അവൾ മുകളിലേക്ക് നടന്നു. കിടക്കയിലെത്തിയിട്ടും ഗൗരിക്ക് ധൈര്യം ഉണ്ടായില്ല. ചന്തുവിൻ്റെ മറുപടി തൻ്റെ ജീവിതം തകർക്കാൻ പോണതാണെങ്കിൽ നന്ദേട്ടൻ മടങ്ങിയെത്തും വരെ ഈ വീർപ്പുകൂട്ടൽ താങ്ങാൻ വയ്യ. നന്ദേട്ടൻ്റെ സാന്നിധ്യത്തിൽ വായിക്കാം, അല്ലെങ്കിൽ തനിക്കിത് വായിക്കണ്ട. ചന്തുവിൻ്റെ ഏത് തീരുമാനവും തനിക്ക് ഒരുപോലെയാണ്. നന്ദേട്ടൻ്റെ തീരുമാനത്തിന് വേണ്ടിയാണ് താൻ കാക്കുന്നത്. നന്ദേട്ടൻ തന്നെ ഈ കവർ പൊട്ടിക്കട്ടെ. ഗൗരി അത് അലമാരിയുടെ ഡ്രോയിൽ വെച്ച് പൂട്ടി. രജിസ്റ്റേർഡായിട്ട് അയച്ചിരിക്കുന്നത് കൊണ്ട് അത് തൻ്റെ കയ്യിൽ തന്നെ ആദ്യം എത്തണമെന്നാവും ചന്തു ആഗ്രഹിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നന്ദേട്ടൻ അറിയണ്ട എന്നും അവൻ ഉദ്ദേശിച്ചിരിക്കുമോ? വേണ്ട, നന്ദേട്ടൻ അറിയാതെ ഒന്നും ഗൗരിക്കില്ല. ഈ വലിയ വീട് വിട്ട് ഇറങ്ങും വരെയെങ്കിലും. അല്ലെങ്കിലും ചന്തുവിൻ്റെ മറുപടി നന്ദേട്ടനുള്ളതാണ്. ചന്തു മറുപടി പറയേണ്ടതും നന്ദേട്ടനോടാണ്. ഗൗരി വീണ്ടും താഴെ എത്തി. ചെറിയമ്മ അടുക്കളയിലായിരുന്നു. ഇന്ന് എല്ലാം ഞാൻ ഉണ്ടാക്കാൻ ചെറിയമ്മേ, ഗൗരി അറിയിച്ചു. ചെറിയമ്മയ്ക്ക് അത്ഭുതം. എന്തേ ഇന്ന് വിശേഷിച്ച്? വൈകുന്നേരം നന്ദേട്ടൻ എത്തുമല്ലോ. കല്യാണം കഴിഞ്ഞ ശേഷം ഇതുവരെയും ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഒന്നും നന്ദേട്ടൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. എനിക്കിപ്പോൾ അങ്ങനെയൊരു മോഹം.
ചെറിയമ്മ കണ്ണിമയ്ക്കാതെ ഗൗരിയെ തന്നെ നോക്കി നിന്നു. ആ കണ്ണിലെ വിസ്മയം അലിയുന്നില്ല. ചെറിയമ്മയ്ക്കും കല്യാണിക്കും എല്ലാം വിളമ്പി തരുന്നത് ഇന്ന് ഞാനാ. ചെറിയമ്മ പെട്ടെന്ന് ചിരിച്ചുപോയി. വല്ലാത്ത മോഹം തന്നെ. നോക്കൂ, മോഹങ്ങളെല്ലാം ഒളിക്കാതെ പറയണട്ടോ. എല്ലാം ചെറിയമ്മ സാധിച്ചു തരണുണ്ട്. ഇല്ലച്ചാ വയറ്റിൽ കിടക്കണ കുട്ടിക്കാ തരക്കേട്. ഗൗരിയുടെ വക ഉള്ളിത്തീനും ഉപ്പേരിയും ഒക്കെയായിരുന്നു അന്ന്. ചെറിയൊരു നെയ്പായസവും. കലക്കി. കല്യാണി അഭിനന്ദിച്ചു. ഇതൊക്കെ എപ്പോഴും കഴിക്കാൻ പോണ നന്ദനോട് എനിക്ക് അസൂയ തോന്നണു. ഇതൊന്നും എപ്പോഴും കിട്ടില്ല. പറഞ്ഞപ്പോൾ അറിയാതെ ഗൗരിയുടെ തൊണ്ടയിടറി. ഊണ് തയ്യാറാക്കിയ ശേഷം മുറികൾ കഴുകി തുടച്ചതും ഗൗരിയാണ്. ഇതൊന്നും ഈ സമയത്ത് പാടില്ലാട്ടോ, ചെറിയമ്മ ഉപദേശിച്ചു. ആഴ്ചയിൽ 2 ദിവസം വെള്ളമ്മ വന്ന് ചെയ്യുന്നുണ്ടല്ലോ. എൻ്റെ രാശിയല്ലേ ചെറിയമ്മേ, ഇന്ന് ഒരു ദിവസത്തേക്ക്, ഗൗരി അപേക്ഷിച്ചു. ഇനി ഒരിക്കലും എനിക്കിതിനൊന്നിനും കഴിഞ്ഞില്ലെങ്കിലോ എന്നവൾ പറഞ്ഞില്ല. എങ്കിലും ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കല്യാണിയുടെ നീണ്ട മുടി പിന്നി കനകാംബരമാല ചൂടിച്ചു ഗൗരി. പൂവൊക്കെ ചൂടി നിന്നാൽ കല്ല് എത്ര സുന്ദരിയാണ്. നിനക്കൊരു രാജകുമാരനെ കിട്ടും, നോക്കിക്കോ. അവളെ ചേർത്ത് നിർത്തി ആ നെറുകയിൽ ചുംബിച്ചു ഗൗരി. എനിക്ക് രാജകുമാരനെ വേണ്ട. കല്യാണിയുടെ മുഖം നിറയെ നാണം. പിന്നെ ഞാനത് പറയില്ല. ഗൗരിയുടെ വലങ്കൈ എടുത്ത് അണിവിരലിലെ മോതിരത്തിൽ മൃദുവായി ചുണ്ടമർത്തിയിട്ട് ചിരിയോടെ ഓടിപ്പോയി കല്യാണി. ഊണ് കഴിഞ്ഞ ചെറിയമ്മ തളത്തിൽ വിശ്രമിക്കുകയായിരുന്നു. അരികിൽ വിടർത്തിയിട്ട ആഴ്ചപ്പതിപ്പുകൾ ഗൗരി അടുത്ത് ചെന്നിരുന്ന കാല് തടവി കൊടുത്തു. എന്താ എൻ്റെ കുട്ടി? ചെറിയമ്മയ്ക്ക് പരിഭ്രമം. ചെറിയമ്മയോടൊപ്പം എന്നും ഈ വീട്ടിൽ താമസിക്കാനേ എനിക്ക് ആഗ്രഹം, ഗൗരി പറഞ്ഞു. അതിന് കുട്ടി എന്നും ഇവിടെയാണല്ലോ താമസിക്കുക. മരിക്കും വരെ ഞാനും ഉണ്ടാവും ഇവിടെ. എനിക്ക് പോവാൻ മറ്റൊരിട ഇല്ലെന്നറിയാലോ. ഈ വീട് കല്ലുവിനുള്ളതല്ലേ. എന്ന് വെച്ചാൽ കല്ലു അന്യാണോ? കുട്ടിക്കും നന്ദനെ ഇവിടെ എത്ര കാലം വേണച്ചാലും താമസിക്കാലോ. നിങ്ങൾ വേറെ വീട് വെച്ച് താമസിച്ചാൽ അവിടെയും ചെറിയമ്മ എത്തും. നിങ്ങളൊക്കെ അല്ലാതെ ആരാ കുട്ടിയെ ഈ ചെറിയമ്മയ്ക്കുള്ളത്? ചെറിയമ്മ കണ്ണുനീര് തുടച്ചു. ഗൗരി മെല്ലെ ചെറിയമ്മയുടെ മടിയിലേക്ക് തല ചായ്ച്ചു. മട്ടിപ്പാലിൻ്റെ വാസന ചെറിയമ്മയുടെ പുടവയ്ക്ക്. അവൾ പതുക്കെ ചിരിച്ചു. ആ വാസന അടിച്ചിട്ട് മനംപൊട്ടൽ തോന്നണുണ്ടോ കുട്ടിക്ക്? ചെറിയമ്മ ആരാഞ്ഞു. ഗർഭിണികൾക്ക് ചില വാസനയൊന്നും പിടിക്കില്ല. എനിക്ക് ഈ വാസന വല്ലാതെ ഇഷ്ടമാണ്. ഈ വീടും തൊടിയുമല്ല എനിക്ക് എത്ര ഇഷ്ടമായിന്നോ. അടുത്ത ജന്മവും എനിക്ക് ഈ വലിയ വീട്ടിലെ വധുവായി എത്തണം. ചെറിയമ്മ അവളുടെ മുടിയിഴകളിലൂടെ വിരൽ ഓടിച്ചു. ഗന്ധർവക്ഷേത്രത്തിൽ എന്നും വിളക്ക് വെക്കണം. കുരിയാറ്റക്കൂട്ടിൽ അരിമണികൾ കൊണ്ട് വിതറണം. പുഴയിൽ കുളിക്കണം. തൊടിയിലൂടെ തനിച്ച് നടക്കണം. അവളുടെ കണ്ട ഇടറി. കുട്ടി എന്താ ഇങ്ങനെയൊക്കെ പറയണത്? ഉത്തരരാമായണത്തിൽ ഗർഭിണിയായിരുന്ന സീത മോഹം പറഞ്ഞതുപോലെ കാട്ടിൽ പോകണം, ആശ്രമം കാണണം. ചെറിയമ്മയുടെ കണ്ണുകളിൽ വല്ലാത്ത ഭീതി. ഗർഭിണിയായിരിക്കുകയല്ലേ സീത ഉപേക്ഷിക്കപ്പെട്ടത്? ഗൗരി ചോദിച്ചു. ആ മനസ്സ് എത്ര നൊന്തിട്ടുണ്ടാവും ഇല്ലേ ചെറിയമ്മേ? കുട്ടി ഇങ്ങനൊന്നും സംസാരിക്കരുത്. ചെറിയമ്മ കേണു. കുട്ടി കളി പറയണതാവും. എന്നാലും ചെറിയമ്മയ്ക്ക് എന്തോ ഒരു പേടി മോളെ. ചെറിയമ്മയുടെ ജീവിതത്തിൽ പെണ്ണുങ്ങൾക്കുണ്ടാവുന്നതൊന്നും ഉണ്ടായിട്ടില്ലായിരിക്കാം. കല്യാണം, പേറ് ഒന്നും. എന്നാലും ഒക്കെ കഴിഞ്ഞ പോലൊരു തോന്നലാണ് എനിക്ക്. പ്രസവമെന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് പുനർജനിക്കുന്നത് പോലെയാണെന്ന് എൻ്റെ അമ്മ പറയുമായിരുന്നു. അതുകൊണ്ടാണ് ചെറിയമ്മ പറയണത്. മനസ്സ് ശാന്തമായി വെക്കണം. ഒരു അലട്ടും ഉണ്ടാവാൻ പാടില്ല. നന്ദൻ്റെ ചില നേരത്തെ പെരുമാറ്റം കാണുമ്പോൾ നിനക്ക് വിഷമം തോന്നുന്നുണ്ടാവും. സ്നേഹമില്ലാത്തവനല്ല അവൻ, എനിക്കറിയാം. നിൻ്റെ ഭാഗ്യമാ അവൻ. പെട്ടെന്ന് ഗൗരി അറിയാതെ തേങ്ങി. എന്തേ മോളെ? അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചെറിയമ്മ ചോദിച്ചു. ഒന്നുമില്ല. കരച്ചിലടക്കാൻ അവൾ പണിപ്പെട്ടു. ചെറിയമ്മ അത് വിശ്വസിച്ചില്ല. എന്തോ ഉണ്ടെന്ന് അവർക്ക് ഉറപ്പായി. അവർ സങ്കടത്തിൽ ചുവരിലേക്ക് തലചായ്ച്ചിരുന്നു. മുകളിലെ കിടക്കറ വൃത്തിയാക്കുന്നതിനിടയിൽ ഗൗരിയുടെ നോട്ടം വാൾ ക്ലോക്കിൽ തടഞ്ഞു. അതിൻ്റെ സൂചികൾ പതിവിലും തിരക്കിട്ടാണ് ഓടുന്നതെന്ന് അവൾക്ക് തോന്നി. നോക്കി നിൽക്കെ 15 മിനിറ്റ് കടന്നുപോയി. തനിക്ക് ഇനിയും ഈ വീട്ടിൽ എത്രയോ കുറച്ച് സമയമേയുള്ളൂ. സന്ധ്യ കഴിഞ്ഞ് ഏതു നേരവും നന്ദേട്ടൻ എത്താം. നന്ദേട്ടൻ വരും മുമ്പേ ജോലികളെല്ലാം തീർത്ത് കുളിച്ചിരിക്കണം. ഒരു ജന്മത്തെ ഭാര്യയുടെ കടമകൾ മുഴുവൻ താൻ ചെയ്ത് തീർക്കുകയാണ്. പിന്നെ ഈ വേഷം അഴിക്കാം. ഭർത്തൃഗ്രഹത്തിലെ തൻ്റെ വാസം അവസാനിക്കുന്നു. പൂപാത്രത്തിൽ പുതിയ പൂവുകൾ നിറയ്ക്കുമ്പോഴും ജാലകവിരികൾ മാറ്റി പുതിയവ ഇടുമ്പോഴും കിടക്ക വിരിക്കുമ്പോഴും എല്ലാം ഗൗരി ഏങ്ങലടിച്ച് കരയുകയായിരുന്നു. ശബ്ദം താഴേക്ക് പോകാതിരിക്കാൻ നന്ദേട്ടൻ്റെ ചെറിയ കാസറ്റ് റെക്കോർഡർ അവൾ ഓൺ ചെയ്തു വെച്ചു. ഏതോ ഒരു പാട്ട്, ഒരു ആരവമായിട്ടാണ് അവൾക്ക് തോന്നിയത്. കിടക്കയിൽ മുഖമണച്ചു വെച്ച് അവൾ പറഞ്ഞു. നന്ദേട്ടാ, നിങ്ങളെ ഞാൻ എത്ര സ്നേഹിക്കുന്നെന്നോ. എൻ്റെ മുഴുവൻ സ്നേഹവും ഇവിടെ ചോരുകയാണ്. എൻ്റെ ഹൃദയവും ഇവിടെ നഷ്ടമാവുകയാണ്. വെറുമൊരു പുറന്തോട് മാത്രമായാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. എന്നാൽ ഇതൊരിക്കലും നിങ്ങളെ ഞാൻ നേരിൽ അറിയിക്കുകയില്ല. എന്നിലെ സ്ത്രീയുടെ അഭിമാനം എനിക്ക് കാക്കേണ്ടിയിരിക്കുന്നു. ക്ലോക്കിൽ 5 അടിച്ചു. ഗൗരി എഴുന്നേറ്റ് കണ്ണു തുടച്ചു. പാക്ക് ചെയ്യാൻ ആരംഭിച്ചു അവൾ. സ്നേഹമല്ലാതെ തൻ്റേതായി ഒന്നും ഇവിടെ ബാക്കി വെക്കുന്നില്ല.
തൻ്റെ ഓർമ്മകളിൽ നന്ദേട്ടൻ വ്യസനിക്കാൻ പാടില്ല. നന്ദേട്ടൻ തന്ന മന്ത്രകോടിയാണ് അവൾ ആദ്യ സൂട്ട് കേസിൽ വെച്ചത്. ഉടുത്ത ചുളിവുകളോടെ മടക്കി വെച്ചതാണ്. ഡ്രൈ ക്ലീൻ ചെയ്യിക്കാനിരുന്നത് നന്ദേട്ടൻ തടഞ്ഞതുകൊണ്ടാണ്. അത് ആ ദിവസത്തിൻ്റെ ഓർമ്മയായിരിക്കട്ടെ എന്നാണ് നന്ദേട്ടൻ പറഞ്ഞത്. ഓർമ്മകൾക്ക് നിധിയുടെ മഹത്വം കൽപ്പിക്കുന്ന ആളാണല്ലോ നന്ദേട്ടൻ. പരസ്പരം അന്നണിയിച്ച വർണ്ണമാല്യങ്ങൾ പോലും ഉണങ്ങിക്കരിഞ്ഞ് ചുമരിലുള്ള കൊളുത്തിൽ തൂങ്ങിക്കിടക്കുന്നു. അതവിടെ നിന്നെടുത്തു മാറ്റിയാലോ? വേണ്ട, അത് നന്ദേട്ടൻ സഹിക്കില്ല. പിരികയാണെങ്കിലും നന്ദഗോപനെ നോവിക്കുന്നതൊന്നും ഗൗരിയിൽ നിന്നുണ്ടാവില്ല. ഉദ്ദേശിച്ചതിലും ഏറെ സമയമെടുത്തു പാക്കിങ്ങിന്. മൂന്നാമത്തെ സൂട്ട് കേസും അടച്ചപ്പോഴേക്കും അവൾ വിയർത്ത് കുളിച്ചിരുന്നു. ധൃതി പിടിച്ചാണ് ഗൗരി കുളിച്ചത്. കുഴമ്പ് പുരട്ടിയില്ല, വാക തേച്ചില്ല. വയ്യ, ഈ നേരത്ത് ഒന്നിനും വയ്യ. കുളി കഴിഞ്ഞ് നിലക്കണ്ണാടിക്ക് മുന്നിൽ എത്തിയപ്പോൾ അവൾ കണ്ടു, ശരിയായി തോർത്താതിരുന്നത് കൊണ്ട് മുടുത്തുമ്പിൽ നിന്ന് വെള്ളം ഇറ്റിറ്റു വീഴുന്നു. യാത്രയ്ക്ക് കൊള്ളുന്ന വിധം ഒരു സാരി എടുത്ത് ഈറൻ മാറ്റി. മുടി വിടർത്തിയില്ല, പൗഡർ പൂശിയില്ല. നെറ്റിയിലും സീമന്തരേഖയിലും സിന്ദൂരം തൊട്ടു. സുമംഗലിയാണെന്നതിന് ഇനിയും തനിക്കുള്ള അടയാളം ഇതുമാത്രമാവാം. ഗൗരി താഴെ ചെല്ലുമ്പോൾ ചെറിയമ്മ പൂജാമുറിയിൽ നിലവിളക്ക് തെളിക്കുകയാണ്. ഇന്ന് ഞാൻ ദീപം കാട്ടാം. ചെറിയമ്മയുടെ കയ്യിലെ കൊടി വിളക്കിന് നേർക്ക് ഗൗരി കൈ നീട്ടി. ഇന്നല്ല എന്നും ചെറിയമ്മ പുഞ്ചിരിച്ചു. എന്നിട്ട് വിളക്ക് അവളെ ഏൽപ്പിച്ചു. ഗൗരി ദീപവുമായി മുറ്റത്തെത്തിയപ്പോഴാണ് കാർ ഗേറ്റ് കടന്ന് വന്നത്. കാറ്റിൽ നിന്ന് ദീപനാളത്തെ സംരക്ഷിക്കാൻ കൈത്തലത്താൽ മറയൊരുക്കിക്കൊണ്ട് അവൾ പതിയെ ശബ്ദിച്ചു, ദീപം. കാറിൽ നിന്നിറങ്ങിയ നന്ദഗോപൻ ദീപം കാട്ടി മടങ്ങി വരുന്ന ഗൗരിയെ കൗതുകത്തോടെ നോക്കി നിന്നു. എന്തേ ഇന്ന് പതിവില്ലാതെ? ചെറിയമ്മ ചാർജ് ഏൽപ്പിച്ചുവോ? ഇന്ന് ഒരു ദിവസത്തേക്ക്. ഗൗരി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എൻ്റെ ഒരു മോഹമായിരുന്നു. എൻ്റെ റോൾ എല്ലാ രീതിയിലും അഭിനയിച്ച് തീർക്കുകയായിരുന്നു. നന്ദൻ്റെ മുഖം വല്ലാതായി. ഗൗരി തുടർന്നു, എൻ്റെ കുട്ടിക്കാലത്തെ വീട്ടിൽ ഞങ്ങൾക്കൊരു വേലക്കാരി ഉണ്ടായിരുന്നു. പേരറിയില്ല, തള്ളയെന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. പിരിഞ്ഞു പോകുന്ന അന്ന് മുറികൾ തൂത്തു തുടച്ചുകൊണ്ട് അവർ പറഞ്ഞ ഒരു വാചകം ഞാൻ മറന്നിട്ടില്ല. അന്നേ പോയാലും അന്നത്തെ മുറ്റം അടിച്ചിട്ട് പോകാമെന്ന്. ഗൗരിയുടെ ശബ്ദം പതറി. നന്ദൻ മിഴികൾ ഒരു ഞെട്ടലിൽ വിടർന്നു. എന്തേ ഈ പറയണത്? ചെന്ന് വേഷം മാറ്റൂ. വേണമെങ്കിൽ മേൽ കഴുകുകയും ആവാം. അപ്പോഴേക്കും ഞാൻ നല്ല ചൂടുള്ള ചായ കൊണ്ടുവരാം. ഗൗരി നേരെ അടുക്കളയിലേക്ക് നടന്നു. നന്ദൻ മേൽ കഴുകിയില്ല, വന്ന വേഷം മാറ്റിയതുമില്ല. കപ്പിൽ ആവി പറക്കുന്ന ചായയുമായാണ് ഗൗരി മുകളിലെത്തിയത്. വന്നപടി ഇരിക്കുക. ഗൗരി ഒരു ചെറിയ കുട്ടിയോടെന്നോണം വാത്സല്യത്തിൽ തിരക്കി. ആ സാരമില്ല, ഇനിയിപ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടുപോയാക്കി തിരികെ വന്നിട്ട് വേഷം മാറ്റാം അല്ലേ? നന്ദൻ്റെ പുരികങ്ങൾ ചുളിഞ്ഞു. പോകും മുമ്പ് ഗദ്ഗദം ഗൗരിയുടെ വാചകം മുറിച്ചു. എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഇത്തിരി വല്ലത് എനിക്ക് വിളമ്പി തരണം. ഒരാശയാണ്. ഒരു ഗർഭിണിയുടെ ആശ സാധിപ്പിച്ച് തരണം. പിന്നീടത് സാധിച്ചില്ലെങ്കിലോ? നിയന്ത്രണം തകർന്ന് അവൾ കരഞ്ഞുപോയി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നന്ദൻ അറിയിച്ചു. ചന്തുവിൻ്റെ ഒരു രജിസ്റ്റേർഡ് കത്തുണ്ട്. എന്താ എഴുതിയിരിക്കണേ? കവർ പൊട്ടിച്ചില്ല. അവൻ്റെ തീരുമാനം നന്ദേട്ടനെതിരാണെങ്കിൽ പിന്നെ ഒരു നിമിഷം കൂടി എനിക്കിവിടെ നിൽക്കാൻ ശക്തി ഉണ്ടാവില്ല. കവർ എടുത്തവൾ നന്ദന് നീട്ടി. ചായക്കപ്പായിരുന്നു നന്ദൻ്റെ കയ്യിൽ. അത് കാലിയാക്കി താഴെ വെച്ചിട്ടും അവൻ ആ കവർ വാങ്ങിയില്ല. കത്തിച്ച് കളഞ്ഞേക്കൂ അത്. അവൻ്റെ മറുപടി എനിക്കറിയണ്ട. അറിയണം. കവർ പൊട്ടിച്ച് അതിനുള്ളിലെ കത്ത് വെളിയിലെടുത്ത് ഗൗരി നന്ദന് മുന്നിൽ നിവർത്തിപ്പിടിച്ചു. എഴുതിയിരിക്കുന്നത് എൻ്റെ പേരിലാണെങ്കിലും ഇത് നന്ദേട്ടനുള്ള മറുപടിയാണ്. എൻ്റെ ഓപ്പോൾക്ക്. കണ്ണീരിൻ്റെ അവ്യക്തതയിൽ നന്ദൻ ആദ്യം കണ്ടത് ആ സംബോധനയാണ്. തുടർന്ന് അവൻ തുവാലയെടുത്ത് കണ്ണു തുടച്ചു. അക്ഷരങ്ങൾ തെളിവാർന്നു. എൻ്റെ മറുപടിക്കായി ഓപ്പോൾ കാത്തിരിക്കാവുമെന്നറിയാം. എന്നിട്ടും ഞാൻ വൈകി. ആലോചിച്ച് മറുപടി തന്നാൽ മതി എന്ന് ഓപ്പോൾ അറിയിച്ചിരുന്നല്ലോ. ഞാൻ നന്നായി ആലോചിച്ചു. അതിനിടയിൽ എനിക്ക് ജോലിയും ശരിയായി. ഒരു മറുപടി പറയാൻ അതും അത്യാവശ്യമാണല്ലോ. നന്ദൻ തിരിഞ്ഞ് ഗൗരിയെ നോക്കി. അവളുടെ കയ്യിൽ നിന്ന് കത്തു വാങ്ങി. കല്യാണിയുടെ അസുഖവിവരം നന്ദേട്ടൻ നമ്മളിൽ നിന്ന് ഒളിച്ചത് മോശമായിപ്പോയി എന്ന് വെച്ച് അതിൻ്റെ പേരിൽ ആ കുട്ടിയെ വേണ്ടെന്ന് വയ്ക്കാൻ എനിക്കാവില്ലല്ലോ. രോഗം ഒരു കുറ്റമല്ലെന്ന് മറ്റാരെയുംകാൾ എനിക്കറിയാം. അവളുടെ നിസ്സാര അസുഖത്തെ അവഗണിക്കാൻ പോകുന്ന എന്തെല്ലാമുണ്ട് ആ കുട്ടിയിൽ. നീണ്ട മുടിയുള്ള സുന്ദരിയല്ലേ അവൾ. സംഗീതം ആസ്വദിക്കാൻ മാത്രമല്ല ആലപിക്കാനും കഴിയുന്നവൾ. എല്ലാം തികഞ്ഞവനൊന്നും അല്ലല്ലോ ഞാനും. എന്നെ സഹിക്കാൻ കല്യാണിക്ക് കഴിയുമെങ്കിൽ അവളെ തലയിൽ വെച്ച് ചുമക്കാൻ ഞാനും തയ്യാർ. പോരെ? പക്ഷെ കല്യാണിയുടെ അസുഖവിവരം തൽക്കാലം അച്ഛനും അമ്മയും അറിയേണ്ടെന്ന് മാത്രം. നന്ദൻ ഗൗരിയുടെ നേർക്ക് തിരിഞ്ഞു. ആ കണ്ണുകളിൽ വീണ്ടും നീർക്കണങ്ങൾ. അതുപക്ഷേ സന്തോഷാശ്രുക്കളായിരുന്നു. ഗൗരി, വിറയാർന്ന സ്വരത്തിൽ നന്ദൻ വിളിച്ചു. ഒരാലിംഗനത്തിലുള്ള വെമ്പലുണ്ടായി അവന്. ഗൗരിയുടെ ചുമലിൽ അവൻ കൈത്തല അർപ്പിച്ചു. ഗൗരി പൊടുന്നനെ തെന്നിയകന്നു. അരുത്, അരുത്. നന്ദേട്ടൻ എന്നെ തൊട്ടാൽ എനിക്ക് പൊള്ളും. ഗൗരി. നന്ദൻ്റെ സ്വര യാചന പോലെ ദീനമായി. ഇല്ല. ഗൗരിയുടെ ചുണ്ടുകൾ വിറച്ചു. ഇപ്പം നന്ദേട്ടന് തോന്നുന്ന സ്നേഹം എന്നോടുള്ളതല്ല, എനിക്കറിയാം.
കല്യാണി വിവാഹം ചെയ്യാൻ തയ്യാറാണെന്ന് ചന്തു എഴുതിയിട്ടുണ്ടാകും. അതിൻ്റെ ആഹ്ലാദമാണ്, സ്വന്തം അനുജത്തിയോടുള്ള സ്നേഹമാണ് ഈ മുഖത്ത് കാണുന്നത്. അതായത് തന്നോട് തന്നെയുള്ള നന്ദേട്ടൻ്റെ സ്നേഹം. നോക്കൂ, ഓപ്പോളുടെ ജീവിതം തകരണ്ട എന്ന് കരുതിയാവും അവൻ സമ്മതിച്ചത്. എൻ്റെ ചന്തു, അത് വേണ്ടായിരുന്നു. നന്ദേട്ടൻ എന്നെ ഉപേക്ഷിച്ചാൽ എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല. ഉപേക്ഷിക്കപ്പെടുന്നതിൻ്റെ വേദന ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. നന്ദേട്ടാ, ഗൗരി, നന്ദൻ വിതുമ്പി, നിനക്ക് എന്നെ മനസ്സിലാവില്ല. ഞാൻ അനുഭവിച്ച വേദനയും മനസ്സിലാവില്ല. എനിക്ക് എൻ്റെ നന്ദേട്ടനെ നന്നായി മനസ്സിലാവുന്നുണ്ട്, ഗൗരി പറഞ്ഞു. എന്നെക്കാളധികം ഞാൻ അങ്ങയെ മനസ്സിലാക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അന്ന് എൻ്റെ വീട്ടിലേക്ക് വിരുന്നു പോയപ്പോൾ ഞാൻ ഈ താലി അഴിച്ച് ഇവിടെ വെക്കുമായിരുന്നു. നന്ദൻ്റെ മുഖത്ത് ഞെട്ടൽ പ്രകടമായി. എൻ്റെ വാക്കുകൾ ക്രൂരമായിരിക്കാം, എന്നാലും നന്ദേട്ടൻ എന്നോട് കാണിച്ചതിന് പകരമാവുകയില്ല. അത് ഓർക്കുന്നോ നന്ദേട്ടൻ? ഏതു പെണ്ണും സ്വന്തം ആണിനെ സമ്മാനിച്ച് നിർവൃതി കൊള്ളാറുള്ള ആ പ്രിയപ്പെട്ട വാർത്ത ഞാൻ പറഞ്ഞ സന്ദർഭം. നന്ദേട്ടൻ ഒരു മരപ്രതിമയായി നിന്നത്. ആത്മാഭിമാനിയായ ഒരു ഭാര്യയ്ക്ക് സഹിക്കാനാവാത്ത അപമാനമാണ് എൻ്റെ നന്ദേട്ടൻ എനിക്ക് തന്നത്. എന്നിട്ടും ഞാനത് സഹിച്ചു. ഇനിയും ഞാൻ നന്ദേട്ടൻ്റെ ഭാര്യയായി ഈ വീട്ടിൽ കഴിയുകയാണെങ്കിൽ അതും നന്ദേട്ടൻ്റെ ഔദാര്യത്തിലായിരിക്കില്ല, എൻ്റെ ചന്തുവിൻ്റെ ദയയിലായിരിക്കും. ഗൗരി എന്നോട് പൊറുക്കണം. അവളെ നോക്കാതെയാണ് നന്ദൻ പറഞ്ഞത്. എനിക്ക് ഇങ്ങനെയൊക്കെ ആകേണ്ടി വന്നു. സാരമില്ല നന്ദേട്ടാ, ഗൗരി ഏങ്ങലടിച്ച് കരഞ്ഞു. ഇത്രയുമൊക്കെ പറഞ്ഞത് എങ്ങനെയെങ്കിലും എൻ്റെ സങ്കടം ഒന്ന് തീർക്കാൻ വേണ്ടിയായിരുന്നു. ഗൗരി എന്ന് നന്ദഗോപൻ്റെ കാൽച്ചുവട്ടിൽ നന്ദിയുള്ള ഒരു നായ്ക്കുട്ടിയായി ചുരുണ്ട് കിടക്കുന്നുണ്ടാവും. ഗൗരി, കുറി നന്ദൻ അവളെ ആലിംഗനത്തിൽ ഒതുക്കി. രണ്ടുപേരും പിന്നീട് നിലവിട്ട് കരയുകയായിരുന്നു. വളരെ വൈകിയാണ് നന്ദൻ മേൽ കഴുകിയതും ഗൗരിയോടൊപ്പം അത്താഴം കഴിക്കാൻ താഴെ എത്തിയതും. ഊൺമേശയ്ക്കരികിൽ ചെറിയമ്മ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ചെറിയമ്മ എന്തിനാ ഇങ്ങനെ ഉറക്കം തൂങ്ങി കാത്തിരുന്നത്? നന്ദൻ ചോദിച്ചു. ഗൗരി വിളമ്പിത്തരുമായിരുന്നല്ലോ. വിളമ്പിത്തരാനല്ല ഞാൻ കാത്തിരുന്നത്. കത്തുന്ന മിഴികളോടെ ചെറിയമ്മ നന്ദനെ നോക്കി. രണ്ട് വർത്തമാനം പറയാനാ? നന്ദന് പരിഭ്രമം. അവൻ ഗൗരിയെ നോക്കി. ഗൗരി മുഖം കുനിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ രണ്ടാളും എന്നോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ എല്ലാം അറിയുന്നുണ്ടെന്ന് കൂട്ടിക്കോളൂ. ചെറിയമ്മ നന്ദനെയും ഗൗരിയെയും മാറി മാറി നോക്കി. രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തി പറയണം എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും നേരം കാത്തിരുന്നത്. നന്ദനും ഗൗരിയും പരസ്പരം നോക്കി. അകന്ന ബന്ധത്തിലുള്ള ഒരു ചെറിയമ്മ എന്നുള്ള നിലയ്ക്കല്ല ഞാൻ പറയണത്. 3 നേരം ഭക്ഷണം വിളമ്പിത്തന്നതിൻ്റെ അധികാരത്തിലുമല്ല. ആരോരുമില്ലാത്ത എനിക്ക് ഇവിടെ ഒരാശ്രയം കിട്ടിയല്ലോ, അതിന് ഞാൻ അങ്ങോട്ടാ കടപ്പെട്ടിരിക്കണത്. ചെറിയമ്മേ, നന്ദൻ സങ്കടഭാവത്തിൽ വിളിച്ചു. ഞാനെന്ന ഒരാത്മാവ് ഇവിടെ കഴിയുന്നുണ്ടല്ലോ, എനിക്കുമുണ്ടല്ലോ അഭിപ്രായം. അതുകൊണ്ട് പറയുക. ചെറിയമ്മ നിറകണ്ണുകളോടെ നന്ദനെ നോക്കി. ചെറിയമ്മയ്ക്ക് എന്തും പറയാം എൻ്റെ അടുത്ത്. നന്ദൻ അറിയിച്ചു. അതിനൊരു മുഖവിരിയുടെ ആവശ്യമേ ഇല്ല. ചെറിയമ്മ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും എൻ്റെയും കല്ലുവിൻ്റെയും അമ്മയാണ് ഞങ്ങൾക്ക് നിങ്ങളേ ഉള്ളൂ ചെറിയമ്മേ. നന്ദൻ്റെ കണ്ടമിടറി. മോനെ, ചെറിയമ്മ നന്ദൻ്റെ കൈ പിടിച്ചു. ഒരമ്മ മകന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് ചെറിയമ്മയ്ക്ക് പറയാനുള്ളതും. ചെറിയമ്മ തുടർന്നു. ഒരു പുരുഷൻ ഓഫീസിൽ പണിയെടുക്കുന്നത് ശമ്പളത്തിനാണ്. പുരുഷൻ മാത്രമല്ല, സ്ത്രീയും കൂലിക്കായിട്ട് അത്തരം ജോലി ചെയ്യണത്. എന്നാൽ ഒരു ഭാര്യ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതും ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതും ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഭാര്യ എന്നുള്ള പദവിക്കും വേണ്ടി മാത്രമല്ല, സ്നേഹത്തിനും വിശ്വാസത്തിനും തൻ്റെ ആൾ എന്ന ഉറപ്പിനും കൂടിയായിട്ടാണ്. ഭാര്യസ്ഥാനം ഇളകുന്ന കസേരയായാൽ പിന്നീട് ആ പെണ്ണിന് എന്തൊക്കെ ഉണ്ടായാലും സന്തോഷിക്കാനാവോ? ഉമ്മറപ്പടിയിൽ വിളക്ക് വെക്കണതും അവളാ. ഭാര്യയെ വിളക്കായി കരുതണവൻ നടക്കണ വഴിക്കെല്ലാം വെളിച്ചമുണ്ടായിരിക്കുമിടാ. അവളെ വിഴുപ്പായി കരുതണവന് ഒരിടത്തും ഗതിയില്ല. ചെറിയമ്മേ, തടിയാനെന്നോണം ഗൗരി വിളിച്ചു. കുട്ടി വിഷമിക്കേണ്ട, ചെറിയമ്മ ഗൗരിയോട് പറഞ്ഞു. കുട്ടിക്ക് വേണ്ടിയല്ല ഞാൻ പറയണത്, എൻ്റെ മകന് വേണ്ടിയിട്ടാ. ചെറിയമ്മ വീണ്ടും നന്ദൻ്റെ നേർക്ക് തിരിഞ്ഞു. ഈ കുട്ടിയെ ഉപേക്ഷിക്കാനോ മറ്റോ നിനക്ക് ഭാവം ഉണ്ടോ നന്ദ? ചെറിയമ്മ ചോദിച്ചു. ചെറിയമ്മേ, നന്ദനിൽ വിങ്ങൽ. ചെറിയമ്മ ഇന്ന് വരെ നിന്നോട് മുഖം മുറിഞ്ഞ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പറയേണ്ടി വന്നതാ. രാമായണത്തിലെ സീത താൻ ഉപേക്ഷിക്കപ്പെടുന്ന കാര്യം മുൻകൂർ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഉപേക്ഷിക്കപ്പെടാൻ പോകുന്നത് കാലേ അറിഞ്ഞ ഒരു സീതയുടെ സങ്കടം ഞാനിവിടെ കണ്ടുകൂട്ടി. എനിക്ക് സഹിച്ചില്ല. ചെറിയമ്മ വിങ്ങിപ്പൊട്ടി. ഇല്ല ചെറിയമ്മേ, നന്ദൻ അറിയിച്ചു. ഇവിടെ ആരും ആരെയും ഉപേക്ഷിക്കാൻ പോകുന്നില്ല. എങ്കിൽ നന്ന്, കല്ലുവിന് യോഗം പോലെ ഒരാളെ കിട്ടും. അതല്ല, നിത്യകന്യാ യോഗമാണ് അതിൻ്റെ തലയിൽ കുറിച്ചിരിക്കുന്നതെങ്കിൽ സഹിക്ക തന്നെ. ഒരാൾക്ക് വേണ്ടി മറ്റൊരാളെ കണ്ണീര് കുടിപ്പിക്കരുത്. കല്ലുവിൻ്റെ കല്യാണം നമ്മൾ ഉറപ്പിച്ചതുപോലെ നടക്കും ചെറിയമ്മേ, നന്ദൻ പറഞ്ഞു. അവളുടെ പോരായ്മകൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചന്തു അതിന് തയ്യാറായിരിക്കണു. ചെറിയമ്മ മുകളിലേക്ക് നോക്കി കൈകൾ കൂപ്പി. ഈശ്വരൻ കാത്തു, അത്രേ എനിക്ക് പറയാനുള്ളൂ. എങ്കിൽ ചെറിയമ്മ പോയി ഉറങ്ങിക്കൊള്ളൂ. അതുകൊള്ളാം. ചെറിയമ്മ ചിരിച്ചു. ഞാനും ഒന്നും കഴിച്ചിട്ടില്ല, എനിക്കുണ്ടേ വിശപ്പ്. അത് കേട്ട് നന്ദനും ഗൗരിയും പൊട്ടിച്ചിരിച്ചുപോയി. സമാധാനത്തിൻ്റെ പ്രഭാതമായിരുന്നു പിറ്റേന്നത്തെ.
ചന്തുവിൻ്റെ ദാനമാണ് തൻ്റെ ദിനങ്ങളെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഗൗരി അതുമായി പൊരുത്തപ്പെട്ടു. ദാമ്പത്യം ഒരു കച്ചവടമാണെന്ന് അവൾക്ക് വ്യക്തമായി. കണക്ക് പറഞ്ഞുള്ള കൊടുക്കൽ വാങ്ങൽ. ചിലർ നാണയത്തുട്ടുകൾക്കാവാം പേശുന്നത്, മറ്റു ചിലർ മറ്റു പലതിനും. ലാഭമാണ് എല്ലാവരുടെയും ലക്ഷ്യം. നഷ്ടം താങ്ങാൻ ഒരുത്തനും തയ്യാറല്ല. നന്ദേട്ടനും തനിക്കുമിടയിൽ സ്നേഹത്തിൻ്റെ കണ്ണുകൂടി ഉണ്ടല്ലോ. അത്രയും സന്തോഷം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ തുടങ്ങുകയായിരുന്നു ഗൗരി. നന്ദഗോപനും വളരെ മാറി. മുമ്പൊരിക്കലുമില്ലാത്ത സ്നേഹാതുരത. ഗൗരിക്ക് എന്തു വേണം, എന്തു ആവശ്യപ്പെടാം, അമ്പിളിമാമനെ ഒഴിച്ച് നന്ദൻ അറിയിച്ചു. ഇപ്പോഴത്തെ ജീവിതം മതി, ഇത് നീണ്ടു കിട്ടണമെന്നേയുള്ളൂ ഗൗരിയുടെ മറുപടി. പ്രത്യേക ആഹാര സാധനങ്ങളോട് വല്ലതും അഭിവാഞ്ച? അത്തരം കൊതികളുടെ സമയം കഴിഞ്ഞു. അന്നൊന്നും നന്ദേട്ടൻ എന്നോട് തിരക്കിയില്ല. പക്ഷെ വൈകിയാണെങ്കിൽ ഇപ്പോൾ തോന്നിയല്ലോ, അതുകൊണ്ട് പറയുക. എന്നിട്ടും പറയാൻ നാണം. ഈന്തപ്പഴം. നന്ദൻ ചിരിച്ചുപോയി. ഈച്ചയെ ആകർഷിക്കുന്ന പഴമല്ലേ? ഈച്ച തൊടാത്ത പഴമുണ്ട് പാക്കറ്റുകളിൽ അലമാരിയിൽ സൂക്ഷിച്ചിട്ടുള്ളത്. വാങ്ങിത്തരാം. പിന്നെ എന്തേലും? തിരുവല്ലോമലയിൽ പോയി തൊഴണമെന്നുണ്ടായിരുന്നു. ഇനി പറ്റില്ല. കുട്ടിക്ക് 6 മാസമായി ചോറൂണ് കഴിച്ചിട്ട് ഇനി അമ്പലത്തിൽ കടക്കാൻ പാടുള്ളൂ. നന്ദനത് പുതിയ അറിവായിരുന്നു. അന്ന് തന്നെ അവൻ ഗൗരിക്ക് ഈന്തപ്പഴം എത്തിച്ചു. കല്യാണിയുടെ ആശ തീർക്കാൻ മുന്തിരിവള്ളികളുടെ ചിത്രപ്പണികളുള്ള തൊട്ടിലും തീർപ്പിച്ചു. കല്യാണിയുടെയും ചന്തുവിൻ്റെയും കല്യാണം, ഗൗരിയുടെ പ്രസവമൊക്കെ കഴിഞ്ഞ് സാവധാനം നടത്താമെന്നായിരുന്നു തീരുമാനം. അപ്പോഴേക്കും ഗൗരിക്ക് അമ്മയുടെ കത്ത് വന്നു. സീമന്തം എന്നൊരു ചടങ്ങുണ്ട്, പുളികൂടി എന്ന് പറയും. ഇപ്പോൾ ആരും നടത്താറില്ല. എങ്കിലും അമ്മയുടെ ഒറ്റ മോളല്ലേ നീ, നിനക്ക് കൂടി അതാവാം എന്ന് എനിക്കൊരാശ. അങ്ങനെയെങ്കിൽ സീമന്തത്തിന് മുമ്പ് നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് പോരണമല്ലോ. നന്ദനെ കത്ത് കാണിച്ചിട്ട് അവൻ തീരുമാനം അറിയിക്കുക. അമ്മയുടെ ഇഷ്ടം പോലെ ആവട്ടെ. കത്ത് വായിച്ചിട്ട് നന്ദൻ അറിയിച്ചു. എങ്കിലും ഗൗരിയെ പിരിയാൻ നല്ല വിഷമമുണ്ടായിരുന്നു. ആദ്യ പ്രസവം പെറ്റമ്മയുടെ അടുത്താവുന്നതാ സമാധാനം. ചെറിയമ്മയും അഭിപ്രായപ്പെട്ടു. കൂട്ടിക്കൊണ്ടു പോകാൻ അച്ഛനും അമ്മയും കൂടിയാണ് വരികയെന്നാണ് ഗൗരി വിചാരിച്ചത്. എന്നാൽ മുറ്റത്ത് വന്നു നിന്ന വാടകക്കാരിൽ നിന്ന് ചന്തു ഇറങ്ങിയപ്പോൾ ഗൗരിക്ക് വിസ്മയം, ഒപ്പം പരിഭ്രമവും. കല്യാണി എവിടെയെന്ന് ഗൗരി ചുറ്റും പരതി. കൺവെട്ടത്തൊന്നും ആളില്ല. ചന്തുവിൻ്റെ പിന്നാലെ അമ്മയും ഇറങ്ങി. ജീവിതത്തിൽ അമ്മ എത്രയോ കുറച്ച് യാത്രകളെ ചെയ്തിട്ടുള്ളൂ എന്ന് ഗൗരി ഓർത്തു. മകളുടെ ഭർതൃഗൃഹം തന്നെ അമ്മ കാണുന്നത് ആദ്യമാണല്ലോ. ചന്തു കുറേ അധികം പാക്കറ്റുകൾ കാറിൽ നിന്ന് ഇറക്കുന്നത് കണ്ട് ഗൗരി തിരക്കി. എന്തേ ചന്തു ഇതെല്ലാം? കുറച്ച് പലഹാരങ്ങളാണ് മോളെ, അമ്മയാണ് മറുപടി പറഞ്ഞത്. അമ്മ ആദ്യം വരികയല്ലേ, അങ്ങനെ ഒരു ചടങ്ങൊക്കെയുണ്ട് നമുക്ക്. കുട്ടി അതൊന്നും ചുമക്കണ്ട, ചെറിയമ്മ ചന്തുവിനോട് പറഞ്ഞു. ഞാൻ വെള്ളമ്മയെയും മായൻകുട്ടിയെയും വിളിക്കാം. ഗൗരി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനങ്ങളൊക്കെ തിന്നാനും അവറ്റ തന്നെ വേണമല്ലോ. മധുരം തൊട്ടാൽ എനിക്ക് പൊളിച്ചു തീട്ടും. കല്യാണി പിന്നെ തോന്നിയാൽ വല്ലതും ഒന്ന് തൊട്ടു നക്കും. അതേയുള്ളൂ. നന്ദൻ്റെ കഥ പറയണ്ട. ചീത്ത പറഞ്ഞാലേ വല്ലതും കഴിക്കൂ. ഗൗരിക്കറിയാലോ അവൻ്റെ തഞ്ചം. ചെറിയമ്മ ചിരിച്ചു. വെള്ളമ്മയും മായൻകുട്ടിയുമാണ് പലഹാര പാക്കറ്റുകൾ ചുമന്നത്. വരൂ. ചെറിയമ്മ ഗൗരിയുടെ അമ്മ വിലാസിനിയമ്മയുടെ കൈ കവർന്നു. ഞാനേയുള്ളൂ ഇവിടെ കുട്ടികളെ സ്നേഹിക്കാനും ശാസിക്കാനും അവർക്ക് വേണ്ടപ്പെട്ടവരെ സ്വീകരിക്കാനും സൽക്കരിക്കാനും എല്ലാം. അതു മതിയിലോന്നേ. വിലാസിനിയമ്മ ചിരിച്ചു. 10 അമ്മ ചേർന്നതാണ് ചെറിയമ്മയെന്നാ ഗൗരി പറയണത്. അതാ കുട്ടിയുടെ നല്ല മനസ്സുകൊണ്ട് തോന്നണതാ. ഈ കുട്ടികളുള്ളത് കൊണ്ടല്ലേ ഞാൻ സന്തോഷമായി സമാധാനമായും ജീവിച്ചു പോണത്. അല്ലാതെ എനിക്ക് ആരാ ഉള്ളത്? ചെറിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. വിലാസിനിയമ്മയ്ക്ക് തിടുക്കം കല്യാണിയെ കാണാനായിരുന്നു. ഒന്നിങ്ങോട്ട് വരാനായി എത്ര നാളായി ഞാൻ കൊതിക്കണു. നാളെ നാളെ എന്ന് പറഞ്ഞ് ചന്തു ഒരുത്തനാ താമസിപ്പിച്ചത്. എവിടെ എനിക്കായിട്ടുള്ള മോൾ? ഒന്ന് കാട്ടിത്തരൂ. വിലാസിനിയമ്മ ചുറ്റും കണ്ണോടിച്ചു. കല്യാണി സ്വന്തം മുറിക്കുള്ളിൽ നാണിച്ച് കുത്തിയിരിക്കുകയായിരുന്നു. ബലം പ്രയോഗിച്ചാണ് ഗൗരി അവളെ അമ്മയുടെ മുന്നിലെത്തിച്ചത്. ഇങ്ങു വരൂ മോളെ, വിലാസിനിയമ്മ വിളിച്ചു. കല്യാണി അടുത്ത് ചെന്നു. വിലാസിനിയമ്മ അവളെ ചേർത്ത് നിർത്തി നെറുകയിൽ ചുംബിച്ചു. അമ്മയ്ക്ക് ഇഷ്ടമായിട്ടോ? ഒരുപാട് ഇഷ്ടമായിട്ടോ? വിലാസിനിയമ്മയുടെ കൈ അഴിഞ്ഞതും കല്യാണി തിരിഞ്ഞോടി. വലിയ നാണക്കാരിയാ, ചെറിയമ്മ പറഞ്ഞു. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് നാണം ഉണ്ടായാലേ ചന്തമുള്ളൂ, വിലാസിനിയമ്മ പറഞ്ഞു. തനിച്ചായപ്പോൾ ഗൗരി അമ്മയോട് തിരക്കി. അമ്മയ്ക്ക് ശരിക്കും ഇഷ്ടമായോ കല്യാണിയെ? എന്താ സംശയം? നിൻ്റെയും ചന്തുവിൻ്റെ ഭാഗ്യമായി ഈ വലിയ വീടുമായുള്ള ബന്ധം. ഗൗരി ചന്തുവിൻ്റെ അരികിലെത്തി. നിനക്ക് കാണണോ നിൻ്റെ കുട്ടിയെ? കാണാതെ തന്നെ ഇഷ്ടമായതല്ലേ? ഇനിയിപ്പോൾ കല്യാണപ്പന്തലിൽ വെച്ച് കണ്ടാൽ മതി. ഓപ്പോൾക്ക് വേണ്ടിയല്ലേ കുട്ടി നീ? ഗൗരിയുടെ കണ്ട വിടറി. അല്ലെന്ന് ഓപ്പോൾ വിശ്വസിക്കണം. യാത്രയ്ക്കുള്ള നല്ല ദിവസമായതുകൊണ്ട് അന്ന് തന്നെ അവർ മടങ്ങി. നന്ദേട്ടനോട് യാത്ര ചൊല്ലി അമ്മയോടും അനിയനോടുമൊപ്പം കാറിൽ കയറിയപ്പോൾ ഗൗരി നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി. സ്നേഹം ജീവിതത്തിനപ്പുറം നീളുന്ന വികാരമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരീരങ്ങളുടെ വേർപാട് അതിനെ തെല്ലും ബാധിക്കില്ലെന്നും. പക്ഷെ ശരീരങ്ങൾ അകന്നു കഴിയുമ്പോഴുള്ള സ്നേഹദുഃഖം എത്ര ഉൾക്കടമാണെന്ന് ഗൗരി അറിയുകയാണ്.
ആ വലിയ വീട്ടിനുള്ളിലായിരുന്നപ്പോൾ നന്ദേട്ടൻ അരികിലില്ലായിരുന്നപ്പോഴും വ്യക്തമായി ആ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഗന്ധമുള്ള കിടക്കറ, അദ്ദേഹം മടങ്ങി വരും വരെ തിരുമ്പാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഉടവസ്ത്രങ്ങൾ, വിയർപ്പിൻ്റെ ഗന്ധം ഇത്രമേൽ പ്രിയപ്പെട്ടതാണെന്ന് വിരഹത്തിൻ്റെ നാളുകളാണ് മനസ്സിലാക്കി തന്നത്. ആ വീട്ടിലുണ്ടായിരുന്നതെല്ലാം നന്ദേട്ടൻ്റെ ഭാഗമായിരുന്നു. കല്യാണിയും ചെറിയമ്മയും പോലും. പോരാ നേരം നന്ദേട്ടൻ്റെ ഒരു മുഷിഞ്ഞ തുവാലി എടുത്ത് പെട്ടിയിലിട്ടു. ആഹാ, എന്തിനെ അലക്കാനുള്ളതൊക്കെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകണത്? ഇവിടെ വെള്ളമ്മയുണ്ടല്ലോ, നന്ദേട്ടൻ പറഞ്ഞു. അലക്കാൻ കൊണ്ടുപോകണതല്ല, നന്ദേട്ടൻ്റെ ഒരു സാന്നിധ്യത്തിന്. എങ്കിൽ അലക്കി വെച്ചിരിക്കുന്ന ഒരു തുവാല തരാം, അല്ലെങ്കിൽ പേര് തുന്നി ഒരെണ്ണം പുതിയതായി വാങ്ങാം. അതിന് നന്ദേട്ടൻ്റെ ഗന്ധം ഉണ്ടാവില്ലല്ലോ. ഉറങ്ങുമ്പോൾ എൻ്റെ കിടക്കയിൽ ഇത് വേണം, അല്ലെങ്കിൽ എനിക്ക് രാത്രി ഉറങ്ങാനാവില്ല. പറഞ്ഞതും പൊട്ടിപ്പിളർന്ന് കരഞ്ഞു. സാന്ത്വനമായി ഒരു ആലിംഗനം. നന്ദേട്ടൻ്റെ തുവാലയുണ്ടായിട്ടും പിരിഞ്ഞ് അന്ന് രാത്രി ഉറങ്ങാനായില്ല. ആ മുഖമൊന്ന് കാണാൻ നെഞ്ചു പിടഞ്ഞ നിമിഷങ്ങൾ. ഒരമ്മ സ്വന്തം ചോരക്കുഞ്ഞിനെ കാണാൻ ഉഴലുന്നതുപോലെ. നോവൽ നാളെ തുടരും.